ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂഗാരന്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫയർ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം, റീസെന്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ഫിനാൻസ് മാഗസിൻ, ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് ആയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ ബാങ്കിങ് എക്സാമുകൾക്ക് റാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ഏതാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാങ്കിങ് എക്സാമിനേഷൻസിന്റെ ഒരു ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അതായത് SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീനിവാസുലു സെട്ടിയാണ്. SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മുംബൈയിലാണ്. ഇനി SBI നാഷണലൈസ്ഡ് ചെയ്യുന്ന വർഷം എന്ന് പറയുന്നത് 1955 ജൂലൈ 1 ആദ്യം SBIയുടെ പേര് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നല്ലായിരുന്നു, ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു. അത് നമ്മളുടെ ബാങ്കിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിൽ സ്ഥിരമായി ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യകാലത്തെ പേരുകൾ എന്തായിരുന്നു എന്നുള്ളത്. ആദ്യകാലത്തെ പേര് എന്ന് പറയുന്നത് ഇമ്പീരിയൽ ബാങ്ക് ആണ്. ഇനി ഇമ്പീരിയൽ ബാങ്ക് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1921 ഇമ്പീരിയൽ ബാങ്ക് നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർക്കുക. പിൽക്കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അത് നാഷണലൈസ് ആകുകയും SBI എന്ന പേര് തിരഞ്ഞെടുക്കുകയും 1955 നാഷണലൈസ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ജൂലൈ 1, 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നമ്മൾ നാഷണലൈസ് ചെയ്തിരിക്കുന്നത്. ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്നത് 3 ബാങ്കുകളുടെ സംയുക്തമായിട്ടാണ് ഈ ഇമ്പീരിയൽ ബാങ്ക് 1921 വരുന്നത്. അത് ബാങ്ക് ഓഫ് ബംഗാളും ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും ചേർന്നാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാജ്യസഭയെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും അടങ്ങുന്നതാണ്. രാജ്യസഭ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ അപ്പർ ഹൗസ് എന്നുള്ള മറ്റൊരു പേരിലും കൂടിയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് മറ്റൊരു പേര് കൂടി നമ്മളുടെ രാജ്യസഭയ്ക്ക് ഉണ്ട്. എക്സാമിന് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. രാജ്യസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 250 പേരാണ്. 238 പേർ എലക്ട് ചെയ്യപ്പെടുകയും 12 പേരെ ഇന്ത്യയുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. രാജ്യസഭയുടെ ടെന്യൂർ എന്ന് പറയുന്നത്, രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് പെർമനന്റ് ബോഡിയാണ്. അതായത് ഇന്ത്യ എന്ന് വരെ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നു അന്ന് വരെ രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് പെർമനന്റ് ബോഡിയാണ്. ഇനി രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ, അതായത് രാജ്യസഭ മെമ്പേഴ്സിന്റെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ അത് 6 വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ രാജ്യസഭയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമു 4 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 4 പേർ ആരെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഹർഷവർദ്ധൻ ശൃംഗ്ല ആണ് ഒരാൾ, ഉജ്വൽ നികം, മീനാക്ഷി ജെയിൻ, സദാനന്ദൻ മാസ്റ്റർ എന്നീ 4 പേരെയാണ് രാജ്യസഭയിലേക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ പറഞ്ഞു രാജ്യസഭ ഒരു പെർമനന്റ് ബോഡിയാണ് എന്നുള്ളത്. അപ്പർ ഹൗസ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നറിയപ്പെടുന്നതും രാജ്യസഭ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതായത് അതൊരു എക്സ് ഒഫീഷ്യോ പോസ്റ്റ് ആണ്. ആരാണോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത്. ഇനി രാജ്യസഭയുടെ അംഗമാകാനുള്ള ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ലോകസഭ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലോവർ ഹൗസ് ആണ്. ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. 543 അംഗങ്ങളാണ് ലോകസഭയിൽ ഉള്ളത്. ഇനി ലോകസഭയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് സ്പീക്കറാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ ലോകസഭയുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർളയാണ്. 18ാമത്തെ ലോകസഭയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്കുള്ളത്. ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോകസഭ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നതും 5 വർഷം തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ ഡിസ്കസ് ചെയ്തു രാജ്യസഭയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ജഗദീപ് ധൻഖർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. റോയുടെ പുതിയ തലവനായി പരാഗ് ജെയിനെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്പൈ ഏജൻസിയാണ് ഈ റോ എന്ന് പറയുന്നത്. റിസർച്ച് അനലൈസ് വിങ് എന്നുള്ളതാണ് റോയുടെ ഫുൾ ഫോം. ഇന്ത്യക്ക് പ്രധാനമായിട്ടും 2 സ്പൈ ഏജൻസികളാണ് ഉള്ളത്. ഒന്ന് നമ്മളുടെ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന IB യും
ഒന്ന് റിസർച്ച് അനലൈസ് ഡൂയിങ് എന്ന് പറയുന്ന റോയുമാണ്. റോയുടെ പുതിയ തലവനായിട്ടാണ് പരാഗ് ജെയിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പൈ ഏജൻസിയാണ് മൊസാദ് എന്ന് പറയുന്നത്. മൊസാദ് ഏത് രാജ്യത്തിന്റെ സ്പൈ ഏജൻസിയാണ് എന്ന് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. മൊസാദ് ഇസ്രായേലിന്റെ സ്പൈ ഏജൻസിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പാകിസ്ഥാന്റെ സ്പൈ ഏജൻസിയുടെ പേര് ISI എന്നാണ്. ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്നാണ് ISIയുടെ ഫുൾ ഫോം എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ നാഷണൽ ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിസാമാബാദിൽ നമ്മുടെ ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്ററായ അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ നിസാമാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഈ നിസാമാബാദ് ഉള്ളത്. ഇന്ത്യയിൽ അവസാനമായി രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് തെലങ്കാന എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറിയുമാണ് ഉള്ളത്. തെലങ്കാനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത ഏക സ്റ്റേറ്റ് എന്ന് പറയുന്നതും ഈ പറയുന്ന തെലങ്കാന തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പൊ നാഷണൽ ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഈ നിസാമാബാദിൽ ഉള്ളത്. ദേശീയ മഞ്ഞൾ ബോർഡ് എന്നാണ് ഇതിന് മലയാളം എന്ന് പറയുന്നത്, നാഷണൽ ടർമറിക് ബോർഡ് എന്ന് പറയുന്നത്. ഇതിന് ആസ്ഥാനം നമ്മൾ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ചെയർമാനും വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. സോ നാഷണൽ ടർമറിക് ബോർഡിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ നിലവിലെ ചെയർപേഴ്സൺ എന്നൊക്കെ പറയുന്നത് പല്ലെ ഗംഗാ റെഡ്ഡിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. എൻലൈറ്റൻഡ് ലീഡർഷിപ്പ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഷെറിംഗ് തോഗ്ബെ ആണ്. ഷെറിംഗ് തോഗ്ബെ എന്ന് പറയുന്നത് ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഈ ഭൂട്ടാൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ അതിർത്തി പങ്കിടുന്നതിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഭൂട്ടാനാണ്. ഭൂട്ടാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തിംഫു ആണ്. ഭൂട്ടാന്റെ കറൻസി എന്ന് പറയുന്നത് ഭൂട്ടാനീസ് ഗുൾട്രമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇന്ത്യ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയും, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന, അതായത് ഇന്ത്യയുടെ ലോങ്സ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് ബംഗ്ലാദേശുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്, അതായത് ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ടൈം 100 ക്രിയേറ്റേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രജക്ത കോലിയെ കുറിച്ചാണ്. ഇന്ത്യയിൽ നിന്ന് ആകെ പ്രജക്ത കോലി മാത്രമാണ് ഈ ടൈം മാഗസിന്റെ ടൈം 100 ക്രിയേറ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ എക്സാമുകൾക്ക് ഈ ടൈം മാഗസിനുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റുകൾ സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. റാങ്കിങ് വിഭാഗത്തിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പ്രജക്ത കോലിയാണ് ടൈം മാഗസിന്റെ ടൈം 100 ക്രിയേറ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കരീബിയൻ രാജ്യത്തെക്കുറിച്ചാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന രാജ്യം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യം നിലവിൽ സന്ദർശിച്ചു. ട്രിനിഡാഡിൽ സന്ദർശിച്ചപ്പോൾ അവരുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് നൽകി അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ആദരിച്ചു. ആദ്യമായിട്ടാണ് ഒരു വിദേശ രാജ്യത്തിന്റെ തലവന് അവർ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് അവർ നൽകുന്നത്. അത് ലഭിച്ചത് നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞു, ഒരു കരീബിയൻ രാജ്യമാണ് ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നത്. നമ്മൾ ഏത് രാജ്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ആ രാജ്യത്തിന്റെ കറൻസി, ആ രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സോ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോർട്ട് ഓഫ് സ്പെയിൻ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ അവരുടെ കറൻസി എന്ന് പറയുന്നത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഡോളർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി പ്രധാനമായിട്ടും നമുക്കവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് UPI ഉപയോഗം നടപ്പിലാക്കുന്ന 8ാമത്തെ രാജ്യമാണ് ഈ ട്രിനിഡാഡ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതുപോലെ UPI ഉപയോഗം നടപ്പിലാക്കുന്ന ആദ്യത്തെ കരീബിയൻ രാജ്യം എന്ന് പറയുന്ന ഖ്യാതിയും കിട്ടിയിരിക്കുന്നത് ഈ ട്രിനിഡാഡിന് തന്നെയാണ്. UPIയുടെ ഫുൾ ഫോം സ്ഥിരമായി നമ്മളുടെ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നുള്ളതാണ് UPIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ UPI ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിങ് ആൻഡ് ഇൻഡെക്സ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്.
2025 പുറത്തുവിട്ട നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2023-24 കണക്കാണ്, പക്ഷെ പുറത്തുവിട്ടത് ഈ 2025 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമ്മളുടെ നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഇന്ത്യയുടെ വെസ്റ്റേൺ സ്റ്റേറ്റ് ആണ് ഈ ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാന്ധിനഗർ ആണ്. ഗുജറാത്തിന്റെ CM എന്ന് പറയുന്നത് ഭൂപേന്ദ്ര പട്ടേൽ ആണ്. ഗുജറാത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത് ആചാര്യ ദേവ്രത്ത് ആണ്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളും ഉണ്ട്. അതായത് ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ, ആ സ്റ്റേറ്റിന്റെ ഗവർണർ എന്നുള്ളത് പ്രധാനമായും പഠിക്കേണ്ടതാണ്. കാരണം സ്ഥിരമായി നമ്മളുടെ എക്സാമുകൾക്ക് കണ്ടുവരുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ് ആ സ്റ്റേറ്റിന്റെ ഗവർണേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുന്നത് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന 2 സ്റ്റേറ്റുകളുണ്ട്. ഒന്ന് ഉത്തരാഖണ്ഡും ഒന്ന് മഹാരാഷ്ട്രയുമാണ്. സോ ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ പുഷ്കർ സിംഗ് ധമിയാണ്. ഉത്തരാഖണ്ഡിന്റെ ഗവർണർ എന്ന് പറയുന്നത് ഗുർമീത് സിംഗ് ആണ്. ഉത്തരാഖണ്ഡിന് 2 ക്യാപിറ്റൽ ഉണ്ട്. ഒന്ന് ഡെറാഡൂണും ഒന്ന് ഗെയ്ർസെയിനുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 2ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. നമുക്കറിയാം മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുംബൈ ആണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആണ് മുംബൈ. ഇന്ത്യയിലെ പല ബാങ്കുകളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതും മുംബൈയിൽ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് പറയുന്നത് CP രാധാകൃഷ്ണനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്തേൺ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. അതായത് 2019 വരെ ഇന്ത്യയുടെ നോർത്തേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കശ്മീർ ആയിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കശ്മീർ ഇന്ത്യയിൽ ഒരു യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് നമ്മളുടെ ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ നോർത്തേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സുഖ്വീന്ദർ സിംഗ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഹിമാചൽ പ്രദേശിന്റെ ഗവർണർ എന്ന് പറയുന്നത് ശിവപ്രതാപ് ശുക്ലയാണ്. നമുക്കറിയാം നമ്മളുടെ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ധർമ്മശാലയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഹിമാചൽ പ്രദേശ് ആണ് 3ാം സ്ഥാനത്തെങ്കിൽ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മളുടെ കേരളമാണ്. 4ാം സ്ഥാനത്ത് കേരളം മാത്രമല്ല കർണാടക കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. സാധാരണഗതിയിൽ റാങ്കിങ് നമ്മൾ ആദ്യത്തെ 3 റാങ്കിങ്ങുകളാണ് നോക്കേണ്ടത്. സോ ഫസ്റ്റും സെക്കൻഡും തേർഡും മാത്രം നമ്മൾ നോക്കിയാൽ മതി. 4ാം സ്ഥാനം കേരളത്തിന് കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കേരളത്തിനും കർണാടകയ്ക്കും 4ാം സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. കേരളത്തിന്റെ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന്റെ ക്യാപിറ്റൽ തിരുവനന്തപുരമാണ്. കർണാടകയുടെ ക്യാപിറ്റൽ ബംഗളൂരു ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AI ഫോർ ഗുഡ് എന്ന് പറയുന്ന ഉച്ചകോടിയുടെ വേദിയെ കുറിച്ചാണ്. നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചാണ് AI ഫോർ ഗുഡ് എന്ന് പറയുന്ന ഉച്ചകോടി 2025 നടന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കറൻസിയെ കുറിച്ചാണ്. യൂറോ ഒഫീഷ്യൽ കറൻസി ആക്കുന്ന 21ാമത്തെ രാജ്യമാകാൻ പോകുന്നത് ബൾഗേറിയ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. 2026 ജാനുവരി 1 മുതൽ ബൾഗേറിയയുടെ ഒഫീഷ്യൽ കറൻസി എന്ന് പറയുന്നത് യൂറോ ആകും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ ബൾഗേറിയൻ ലെവ് ആണ് നമ്മളുടെ ബൾഗേറിയയുടെ കറൻസി. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് യൂറോ ഈ പറയുന്ന ബൾഗേറിയയുടെ ഒഫീഷ്യൽ കറൻസി ആകുന്നത്. നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ മൊത്തം 27 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ 21ാമത്തെ രാജ്യമാണ് യൂറോ ഒഫീഷ്യൽ കറൻസി ആക്കുന്നത് ബൾഗേറിയ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ബൾഗേറിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സോഫിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ഡേ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം സാധാരണഗതിയിൽ ഡേറ്റ്സ് ആൻഡ് ഡേ നമ്മളുടെ എക്സാംസിൽ ഒരു ചോദ്യം ഉറപ്പായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ എക്സാംസിന്റെ ട്രെൻഡിനനുസരിച്ച് തീമുകളാണ് ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 11 കുറിച്ചാണ്. ജൂലൈ 11 പ്രത്യേകത ലോക ജനസംഖ്യ ദിനമാണ്. ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് empowering young people to create the families they want in a fair and hopeful world എന്നുള്ളതാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് ജിക്കെയും കറണ്ട് അഫെയറും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. മഹാരാഷ്ട്രയുടെ ഒഫീഷ്യൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സാർവജനിക് ഗണേശ് ഉത്സവമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഫെസ്റ്റിവൽ നമ്മുടെ എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഫെസ്റ്റിവലിന്റെ പേര് നൽകിയതിനു ശേഷം ഇത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കാറുണ്ട്. നാഷണൽ പാർക്കുകൾ, ഫെസ്റ്റിവൽസ്, നമ്മളുടെ റാംസാർ സൈറ്റുകൾ, ഇതെല്ലാം സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യ പാറ്റേണുകളാണ്. അതുപോലെ തന്നെ നമ്മളോട് ഒരു സ്പോർട്സ് ഐറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. സോ മഹാരാഷ്ട്രയുടെ ഒഫീഷ്യൽ സ്പോർട്ട് എന്ന് പറയുന്നത് ദഹി ഹണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ്. അതുകൂടി നിങ്ങൾ ഒന്ന് ഇതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മഹാരാഷ്ട്രയുടെ ഒഫീഷ്യൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സാർവജനിക് ഗണേശ് ഉത്സവമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോയിന്റുകളാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് 3 പുതിയ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കയ്യിലാണ്. ഒരാൾക്ക് ഗവർണർ ആകാനുള്ള ഏറ്റവും യങ്ങസ്റ്റ് ഏജ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആയ ഗോവയുടെ ഗവർണറായിട്ട് പുസപതി അശോക് ഗജപതി രാജുവിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുസപതി അശോക് ഗജപതി രാജു റീപ്ലേസ് ചെയ്യുന്നത് മലയാളി കൂടിയായ PS ശ്രീധരൻ പിള്ളയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഗോവ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കോസ്റ്റൽ ലൈനുള്ള സ്റ്റേറ്റും ഗോവ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഗോവയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പനാജിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഹരിയാനയുടെ ഗവർണറായിട്ട് അശീം കുമാർ ഘോഷിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഹരിയാനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ്. ഹരിയാനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിയാനയ്ക്കും പഞ്ചാബിന്റെയും ക്യാപിറ്റൽ ചണ്ഡീഗഡ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകൾക്ക് സെയിം ക്യാപിറ്റൽ വരുന്ന സ്റ്റേറ്റുകളാണ് ഈ പഞ്ചാബും ഹരിയാനയും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലെഫ്റ്റനന്റ് ഗവർണറിനെയാണ്. ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം കൊടുക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ യൂണിയൻ ടെറിട്ടറീസിനാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി ആയ ലഡാക്കിനെ കുറിച്ചാണ്. 2019 ഈ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. 2019 ഒക്ടോബർ 31 പ്രത്യേകത നമുക്കറിയാം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പിറന്നാളാണ്. നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതും ഈ ഒക്ടോബർ 31 തന്നെയാണ്. 2019 ഒക്ടോബർ 31 ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലഡാക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ ലഡാക്കിന്റെ ഗവർണറായിട്ടാണ്, ലെഫ്റ്റനന്റ് ഗവർണറായിട്ടാണ് കവിന്ദർ ഗുപ്തയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ലഡാക്കിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ കവരത്തിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. സ്പോർട്സിൽ നിന്ന് നമുക്ക് എക്സാമിനേഷൻസിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ ഫിഫ ക്ലബ് ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഫിഫ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത്. 2025 ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് ചെൽസി ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഫൈനലിൽ PSG പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചെൽസി ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കളായത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ്. ഫിഫയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗിയാനി ഇൻഫാന്റിനോ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ സിഇഒയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. LICയുടെ പുതിയ CEO ആയിട്ട് ദൊരൈസ്വാമിയെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, LICയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മുംബൈയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RPFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് സൊനാലി മിശ്രയെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, റെയിൽവേ പ്രൊട്ടക്ടിംഗ് ഫോഴ്സ് ആണ് ഈ RPF എന്ന് പറയുന്നത്. RPFന്റെ ഡയറക്ടർ ജനറൽ ആയ ആദ്യത്തെ വനിത എന്ന് പറയുന്ന ഖ്യാതിയും സൊനാലി മിശ്രയ്ക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തിലെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ എല്ലാം നോട്ട് ചെയ്തതിനു ശേഷം മാത്രമേ എക്സാമിനേഷന് കയറാവുള്ളൂ. സോ ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയുടെ 87ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട്
എ രാ ഹരികൃഷ്ണനെ സെലക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോട് സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ് ഈ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 87ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടാണ് എ രാ ഹരികൃഷ്ണനെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ശ്രീഹരിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആണ്. കോക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും നമ്മൾ സുധാൻഷു മിത്തലിനെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സ്പോർട്സിൽ നിന്ന് നമുക്ക് പ്രധാനമായും ചോദിക്കുന്ന ഒരു കളിയാണ് ഈ കോക്കോ എന്ന് പറയുന്നത്. എത്ര പേരാണ് കോക്കോ മത്സരത്തിൽ കളിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. 9 പേരാണ് കോക്കോ മത്സരത്തിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 2025 ആദ്യമായിട്ട് കോക്കോ വേൾഡ് കപ്പ് നടക്കുന്നത്. ഇന്ത്യയിൽ വെച്ചായിരുന്നു ഈ കോക്കോ വേൾഡ് കപ്പ് നടന്നത്. ഈ ഇന്ത്യയിൽ വെച്ച് നടന്ന കോക്കോ വേൾഡ് കപ്പിൽ ജേതാക്കളായതും ഇന്ത്യൻ ടീം തന്നെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. സോ കോക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി സുധാൻഷു മിത്തലിനെ വീണ്ടും തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു റാങ്കിംഗ് ആണ്. 2025 വേൾഡ് ബാങ്ക് പുറത്തുവിട്ട ഗിനി ഇൻഡെക്സ് ആഗോളതലത്തിലെ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യം എന്ന് പറയുന്നത് സ്ലോവാക്യയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് സ്ലോവേനിയയും തേർഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ബെലാറസുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ ഇന്റർനാഷണലി ഒരു അപ്പോയിന്റ്മെന്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണലി നമ്മൾ ഒരു ഇൻഡെക്സ് പഠിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ് എന്നുള്ളതാണ്. കാരണം നമ്മളുടെ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത് ഇന്ത്യ ആ റാങ്കിങ്ങിൽ എത്രാമതെത്തി എന്നുള്ളതാണ് നമ്മളോട് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. സോ 2025 വേൾഡ് ബാങ്ക് പുറത്തുവിട്ട ഗിനി ഇൻഡെക്സ് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യത്ത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 4ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 25.5 ആണ് ഇന്ത്യയുടെ ആ റാങ്കിങ്ങിലെ റേറ്റിംഗ്സ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. സോ 4ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യക്കാണ്. ഫസ്റ്റ് റാങ്ക് പൊസിഷനിൽ സ്ലോവാക്കിയയും സെക്കൻഡിൽ സ്ലോവാനിയയും തേർഡിൽ ബെലാറസുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അജയ് ബംഗ ആണ്. വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ചാണ്. ദ അമേരിക്കൻ പാർട്ടി. സ്പേസ് എക്സിന്റെ സിഇഒയും നമ്മളുടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനുമായ എലോൺ മസ്ക് ആണ് ദ അമേരിക്കൻ പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചത്. നമുക്കറിയാം ടെസ്ല മോട്ടോഴ്സിന്റെയും സിഇഒ എലോൺ മസ്ക് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണാലിറ്റിയാണ് എലോൺ മസ്ക് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു പേര് കൂടിയാണ് എലോൺ മസ്ക് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി ഈ ആഴ്ചത്തെ എഡുകാരന്റെ വീക്ക്ലി കറണ്ട് അഫയർസ് സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.